ഇങ്ങനെ ഇരുന്ന് അത് കറങ്ങുന്നതാണിത്. ഒരു ഒരു നല്ലൊരു സംഭവമാണ്. എല്ലാവരും വാങ്ങി ധരിക്കുകയാണെങ്കിൽ വലിയ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി വരുന്ന ഒരു അത്ഭുത കായാണിത്. ഇത് ചില ആളുകൾക്കൊക്കെ അറിയാം, ചില ആളുകൾക്കൊന്നും അറിയില്ല. ഇത് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ കൊള്ളിമലയിലാണ് ഇത് പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ ഇത് കിട്ടുന്നതാണ്. അതുപോലെ അങ്ങാടിക്കടകളിൽ കിട്ടും, പിന്നെ മാലകളൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. ഇത് ധരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള കണ്ണീർ, ദൃഷ്ടിദോഷം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറിക്കിട്ടുകയും അതോടൊപ്പം ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകുകയും കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ഒരു യന്ത്രധാരണത്തിലൂടെ ചെയ്യേണ്ടത്. ഇത് പ്രാണപ്രതിഷ്ഠ നടത്തി പൂജിച്ചാണ് ഇത് ധരിക്കേണ്ടത്. ഇത് വെള്ളിയിൽ കെട്ടി കറുത്ത ചരടിൽ കോർത്തോ അല്ലെങ്കിൽ മാലയിൽ കോർത്തോ ഇത് ശരീരത്തിൽ ധരിക്കുന്നത് അത്യുത്തമമാണ്. കണ്ണീർ ദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിപ്പോയി. നല്ല കാര്യതടസ്സങ്ങളൊക്കെ മാറിപ്പോവുക, ദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന പ്രാക്ക് ദോഷങ്ങളൊക്കെ മാറിപ്പോവുക. അതിനൊക്കെ വേണ്ടി രുദ്രാക്ഷത്തിൻ്റെ അത്രയും തന്നെ ഫലം തരുന്ന ഒരു അത്ഭുത കായാണിത്. ഇതിൻ്റെ പേര് ജടമുടി എന്നാണ്. ഇത് ശിവന്റെ ജട പറിച്ചടിച്ചപ്പോൾ അതിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഒരു കവുങ്ങ് പോലൊരു വൃക്ഷമാണ്, അതിൽ നിന്നുണ്ടാവുന്നതാണ് കായ്. ഇത് അങ്ങനെ ക്ലീൻ ചെയ്ത് ഇത് വെള്ളിയിലൊക്കെ കെട്ടി നമ്മൾ പൂജിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തി നമ്മൾ കഴുത്തിൽ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യുത്തമമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് കൈവശം വയ്ക്കുന്നതും ഏറ്റവും നല്ലതാണിത്. ശിവന്റെ നമ്മൾ വീട്ടിലൊക്കെ കാണുമല്ലോ ശിവന്റെ ഫോട്ടോ ഒക്കെ, അതിന് മുന്നിൽ ഇത് വെച്ച് പൂജിക്കുന്നതും അത്യുത്തമമായ ഒരു ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഇത് ശിവക്ഷേത്രത്തിലുള്ള മിക്ക പൂജാരിമാർ, തന്ത്രിമാർ അവരൊക്കെ ധരിക്കുന്ന ഒരു സംഭവമാണിത്. അധികം ആളുകൾക്ക് അറിയില്ലത്, പക്ഷെ അറിയാവുന്ന ആളുകളുണ്ട്. ഇതൊരു പ്രത്യേക ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാമല്ലോ, രുദ്രാക്ഷം ഇങ്ങനെ 2 നാണയത്തിനുള്ളിൽ രുദ്രാക്ഷം വെച്ച് കഴിഞ്ഞാൽ ഈ രുദ്രാക്ഷം ഇങ്ങനെ കറങ്ങും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു എനർജി ഉള്ളതാണിത്. നമ്മൾ 2 നാണയത്തിൻ്റെ ഇടയ്ക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ആ നാണയത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അത് കറങ്ങുന്നതാണിത്. ഒരു നല്ലൊരു സംഭവമാണ്. എല്ലാവരും വാങ്ങി ധരിക്കുകയാണെങ്കിൽ വലിയ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതാണ്. ശുദ്ധിവൃത്തിയോടുകൂടി വേണം ധരിക്കാനായിട്ട്. ഇത് ഇതിപ്പം സ്വല്പം മണ്ണൊക്കെ പറ്റിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറിച്ചിട്ടിപ്പം നിലത്ത് വീണ് മണ്ണൊക്കെ പറ്റിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നല്ല കറുത്ത കളറായിരിക്കും, മുടി പോലെ തന്നെ ഇരിക്കും ഇത്. അതായത് ഒന്ന് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാവരും ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പം നാട്ടുപുറങ്ങളിലൊക്കെ കിട്ടുന്നതാണ്. അങ്ങാടിക്കടയിൽ കിട്ടും. എല്ലാ അങ്ങാടിക്കടയിലും കിട്ടില്ല, ചില കടകളിലൊക്കെ കിട്ടും. പിന്നെ ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഈ മാലയൊക്കെ വിൽക്കാൻ നടക്കുന്ന ആൾക്കാർ അവരതിലൊക്കെ ഒരുപാടുണ്ട്. 500 രൂപയാണ് അവർ മേടിക്കുന്ന വില. ഒന്ന് കിഴിച്ച് ഒരു ചരടാക്കി തരും ഇത് അവർ. അപ്പം വാങ്ങി ധരിക്കുക. ഏറ്റവും നല്ലൊരു എനർജി കിട്ടുന്നൊരു സംഭവമാണ് ജടമുടി.